ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് പ്രത്യേകമായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ ജീവിത കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന കുറേ പ്രധാനമായ ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മഹാനവറുകളുടെ ആദ്യത്തെ സ്വഭാവങ്ങൾ, രീതികളൊക്കെ പഠിപ്പ് കാലങ്ങൾ, മറ്റ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സമയത്ത് ബഗ്ദാദിൻ്റെ സുൽത്താനായിട്ട് വരെ അദ്ദേഹം കുറേ നാൾ ഇരിക്കുകയത്. അതിനുശേഷം ഇദ്ദേഹം ഇബാദത്ത് കൊണ്ടങ്ങ് അലങ്കരിച്ച് അള്ളാഹുവുമായിട്ടങ്ങ് ലയിച്ച് ചേർന്ന്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഒരു ഇബാദത്ത് പോലെയല്ല, അല്ലാതെ ഇബാദത്തങ്ങ് വളരെ കൂട്ടി ഒരു സമയത്തൊക്കെ മഹാനവറുകൾ നിന്ന് കഴിഞ്ഞാൽ 10, 50, 60, 100 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് ഒരു സമയത്ത് നിസ്കരിക്കുന്നത്. അതുപോലെ ലക്ഷോപിലക്ഷം ദിക്റുകളാണ് അദ്ദേഹം ചെല്ലുന്നത്. അങ്ങനെ ചൊല്ലി അള്ളാഹുമായിട്ട് അങ്ങ് ലയിച്ചു ചേർന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മഹാനായ ഖുതുബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവർക്ക് അള്ളാഹു തആല ദാനമായിട്ട് അങ്ങ് നൽകി കഴിഞ്ഞു. അതൊരു ദാനമാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, മുഹ്യിദ്ദീനെ നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാം. അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മുഹ്യിദ്ദീൻ ഷേഖിനോട് വലിയ ഒരു സ്നേഹവും പ്രീതിയുമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവറുകൾ വിളിച്ചത് ലോദൽ അയ്ളം എന്നാണ് ഓമന പേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവറുകൾ വിളിച്ചത്. അപ്പോൾ ഈ മുഹ്യിദ്ദീൻ ഷേഖ് അള്ളാഹിയലി നമുക്ക് വേണ്ടി എന്താണ് വേണ്ടത്? നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ, നമുക്ക് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. അത് ഈ കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഷെഹറാണ്. അതായത് കൂടുപാത്രമൊന്ന് വച്ചവൻ നടത്തി പറയും. ഷെഹറുണ്ട്, അതിനെ തുടർന്നുള്ള ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ട്. അത് ചില ആൾക്കാരൊക്കെ അത് ചെയ്യാറുണ്ട്. അത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും അത് വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പോയിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പല പല ചികിത്സകൾ ചെയ്തിട്ട് പോലും അതിന് യാതൊരു പ്രതിവിധികളും കിട്ടാതെ കണ്ട് വീർപ്പ് മുട്ടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റ് വൈഷമ്യങ്ങൾ, ജീവിതത്തിൽ എന്ത് ചെയ്താലും അവർ രക്ഷപ്പെടുന്നില്ല, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതായത് ചുരുക്കി അങ്ങ് പറഞ്ഞാൽ ഒരു വീട് വെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഒരുപാട് നാളായി. അതിൻ്റേതായ സാമഗ്രികളെല്ലാം അവർ ഒപ്പിച്ച് വെച്ചിരിക്കുക. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാത്തിനും ഒരു തടസ്സമാണ്. അപ്പോൾ ജോലി പ്രശ്നം വരുമ്പോൾ അതിനും ഒരു തടസ്സമാണ്. നമ്മളെ വ്യവസായങ്ങൾ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, നമ്മൾ ചെയ്യുന്ന മറ്റ് ജീവിതമാർഗത്തിലുള്ള വഴികൾ എല്ലാം മരവിച്ച് ഇങ്ങനെ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വളരെ ജീവിത ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ എല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഖുതുബ് സയ്യിദ് മുഹ്യിദ്ദീൻ ബഗ്ദാദ് മുഹ്യിദ്ദീൻ അമീർ മുഹ്യിദ്ദീൻ സുൽത്താനുൽ ആരിഫ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തവസ്സൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ മനസ്സിലങ്ങ് ഉദിപ്പിച്ച് വെച്ച് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുതുബിയത്ത്, മനോഹരമായൊരു കുതുബിയത്ത് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയും മഹാൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. ആ ദുആ, മഹാൻ ചെയ്യുന്ന ദുആ അത് നമുക്ക് സ്വീകാര്യമാണ്. മഹാൻ ദുആ ചെയ്യണമെങ്കിൽ ആ കുതുബിയത്ത് ആ മഹാനവറുകൾക്ക് അത് നല്ലതുപോലെ അത് ഇഷ്ടപ്പെടണം. അപ്പം അത് നാം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ശുദ്ധമായ പൈസ കൊണ്ട്, ഹറാമിയത്തില്ലാത്ത പൈസ വേണം ഈ കുതുബിയത്ത് എന്ന് പറയുന്ന മനോഹരമായ ഒന്ന് നടത്തുമ്പോൾ നമ്മൾ ഇറക്കേണ്ടത്. മാത്രവുമല്ല, അതിന് മറ്റൊരാളിൻ്റെയും അപ്രീതി ഇതിനകത്ത് നമ്മൾ കരസ്ഥമാക്കരുത്. അത് ചെയ്യാനുള്ള രീതിയിൽ കൂടി നല്ലതുപോലെ നമ്മൾ ഈ കുതുബിയത്ത് ചെയ്യിക്കണം. അതുമാത്രമല്ല, കുതുബിയത്തിൻ്റെ മധ്യഭാഗം കഴിയുമ്പോൾ ഒരു 12 റക്അത്ത് നിസ്കാരം നിർബന്ധമായിട്ട് നമ്മൾ നമസ്കരിക്കണം. അങ്ങനെ 12 റക്അത്ത് നമസ്കാരവും നമസ്കരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ, അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ബഹുമാനപ്പെട്ട മഹാനവറുകളെ 1001 വിളി, ആ വീട്ടിലുള്ളവരായാലും ശരി, നമ്മൾ വിളിച്ചു വരുത്തി നടത്തുന്നവരായാലും ശരി, ആ സദസ്സിൽ ആരെല്ലാം ഉണ്ടോ അവർ ഓരോരുത്തരും 1001 പ്രാവശ്യം വീതം മഹാനവറുകളെ നമ്മൾ പുകഴ്ത്തി നമ്മൾ വിളിക്കണം. ആ വിളി അത് മഹാനവറുകൾക്ക്
അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ വിളിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനമാണ് അദ്ദേഹം അത് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുത്തിബിയത്ത് വേളയിൽ തന്നെ അതിനെ പറ്റി നമുക്ക് അറിയാൻ കഴിയും. കാര്യം മഹാനവറുകൾ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുരീദികളെ ഈ സന്ദർഭത്തിലേക്ക്, ഈ സാഹചര്യത്തിലേക്ക്, ഈ സാഹസിലേക്ക് അയക്കുന്നതാണ്. അവർ വന്ന് നോക്കുമ്പോൾ മനോഹരമായ രീതിയിൽ കൂടി ഈ കാര്യം നടത്തുന്നതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അതുകൊണ്ട് മുഹമ്മദ് ഷേഖ് അവർക്ക് നമ്മൾ ആ നടത്തിയ വഴിപാടുകൾ അങ്ങ് വളരെ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മഹാനവറുകൾ നമുക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യും. ആ ദുആ അങ്ങ് അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ എന്താണോ ബുദ്ധിമുട്ടുകൾ അതിനെല്ലാം പരിഹാരമാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമുക്ക് സാധിച്ചു തരും. ഒന്നാമതായിട്ട് ഷെഹറുണ്ടെങ്കിൽ, അതുപോലുള്ള ദുരിതങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഷെഹറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് മാറ്റിത്തരും. രണ്ടാമതായിട്ട് വീട് വെപ്പ് നടന്നില്ല എങ്കിൽ അവരെ വീട് വെപ്പ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും നടക്കും. തൊഴിൽ സ്ഥാപനമെങ്കിൽ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ആ ബറക്കത്ത് നമുക്ക് ഇറങ്ങിത്തരും. അതുമാത്രമല്ല വ്യവസായങ്ങളിലും നമ്മൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിലുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തും റഹ്മത്തും അതിനകത്ത് ഇറക്കുകയും ആ ഭാഗങ്ങളെല്ലാം അങ്ങ് വിജയത്തിലേക്ക് ആക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മഹാനവറുകളുടെ തൃപ്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്. ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരികയും ചെയ്യും. അതോടൊപ്പം ആ ഒരു കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, വൈഷമ്യങ്ങൾ, ശൈത്താനിയത്ത്, ഷർറുകൾ, ഷഹറുകൾ ഇതിനെല്ലാത്തിനെയും അങ്ങ് മാറ്റുകയും ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുകയും അവർ ചെയ്യുന്ന അവരുടെക്കെല്ലാം മുന്നേറ്റം ഉണ്ടാകുകയും വളരെ നല്ല രീതിയിൽ ആ കുടുംബം ഇങ്ങോട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ചിലർ ചെയ്യുമ്പോൾ, ചില കുത്തിവീത്തുകൾ നടത്തുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ കുത്തിവീത്ത് നടത്തി ഞങ്ങൾക്കൊരു പ്രയോജനമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ ശരിയാവാത്തതിൻ്റെ പേരിലാണ്. അങ്ങനെ ശരിയാവാതെ വന്നാൽ വീണ്ടും ഒരു കുത്തിവീത്തും കൂടി നടത്തണം. അത് നടത്തുമ്പോൾ വളരെ ഹൃദയഭക്തിയോടുകൂടി, അഹങ്കാര മനോഭാവമില്ലാത്ത രീതിയിൽ കൂടി നല്ല രീതിയിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ, അത് ഏത് രീതിയിലായാലും നല്ല രീതിയിലായാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതിലുണ്ടാവുകയും മഹാനെ തൃപ്തിപ്പെടുകയും ചെയ്യും. കാര്യം മഹാനെന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വിജയത്തിൻ്റെ വിജയമാണ്. മഹാൻ ദുആ ആയിരുന്നില്ല, മഹാൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ സ്വീകരിക്കുന്ന പരിപാടിയില്ല, വെറുതെ നമ്മൾ ചെയ്തെന്ന് മാത്രം. അതുകൊണ്ട് നമ്മളെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മുടെ പൈസ നല്ല പൈസ ആയിരിക്കണം. അഹംഭാവവും അഹങ്കാരവും നമ്മളെ മനസ്സിൽ വരരുത്. നല്ലതുപോലെ ചെയ്യണം. എങ്കിലേ നമ്മുടെ ഈ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ. അതാണ് നമുക്ക് വേണ്ടത്. തൽക്കാലം ഇപ്പോൾ ഈ ഭാഗം ഞാൻ നിർത്തിയിട്ട് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം ഉടനെ തന്നെ ഞാൻ പറയുന്നതാണ്. അതിലൂടെ എല്ലാം പറയുന്നതായിരിക്കും. ഇപ്പോൾ ഈ സംഭാഷണം ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ഭാഗം ഉടനെ തുടങ്ങുന്നതാണ്.